ഭരണഘടനാപരമായി ലോക്സഭയിലും രാജ്യസഭയിലും രണ്ട് സഭകളിലും കേവല ഭൂരിപക്ഷം വേണം. കേവല ഭൂരിപക്ഷം കൂടാതെ സഭയിൽ ഹാജരായിരിക്കുന്ന മെമ്പേഴ്സിന്റെ 2/3 പേര് വോട്ട് ചെയ്യുകയും കൂടെ വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഭരണഘടനാ അമെൻമെന്റ് ഭേദഗതി നടപ്പിലാവുകയുള്ളൂ. അതിനുശേഷം സ്റ്റേറ്റുകൾ, ഇതിനകത്ത് സ്റ്റേറ്റിന്റെ റെപ്രസെന്റേഷനും കൂടി പറഞ്ഞിട്ടുള്ളത് കൊണ്ട് 50% കൂടുതൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലികൾ കേവല ഭൂരിപക്ഷത്തോടു കൂടി സമ്മതിക്കണം. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഭരണഘടനാ ഭേദഗതി നിലവിൽ വരൂ. അപ്പൊ ഈ ഭേദഗതി നിലവിൽ വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ തന്നെ അവർക്ക് നമ്പരില്ല, വേണ്ടത്ര ആൾബലമില്ല. എം പിമാരുടെ ബലം ഇത് വരുന്നവര് എല്ലാ എം പിമാരും ഹാജരാവുകയാണെങ്കിൽ അതിൽ 2/3 പേര് കിട്ടില്ല. ഏതെങ്കിലും പ്രധാന പ്രതിപക്ഷ കക്ഷികൾ വിട്ടുനിന്നാൽ മാത്രമേ ഇതിനുള്ള സാധ്യത ഞാൻ കാണുന്നുള്ളൂ. പ്രധാന പ്രതിപക്ഷ കക്ഷികൾ വിട്ടുനിൽക്കുകയും സഭയിൽ ഹാജരാകുന്നവരിൽ 2/3 പേര് വോട്ട് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഇത് പാസ്സാവുകയുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യം കാണുന്നില്ല. ഇതിനകത്ത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു മാർഗത്തിൽ കൂടിയാണ് ഇവര് വിമൻസ് റിസർവേഷന് തത്വത്തിൽ ആരും എതിരല്ല. സ്ത്രീകൾക്ക് സംവരണം കൊടുക്കണം എന്ന് പറയുന്ന കാര്യത്തിൽ ആരും എതിരില്ല. നേരത്തെ NDA പ്രതിനിധി സംസാരിച്ചത് തീരെ ചരിത്രബോധമില്ലാതെ ഞാൻ തോന്നുന്നു. 73rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് 1988 രാജീവ് ഗാന്ധിയുടെ സ്വപ്നമായിരുന്നു. അത് 1993 കൊണ്ടുവന്നപ്പോഴും കോൺഗ്രസ് ആയിരുന്നു ഭരണത്തിലിരുന്നത്. അപ്പോൾ ഇത് സ്ത്രീ വിരുദ്ധമായിട്ടുള്ള നയങ്ങളാണെന്നൊക്കെ പറയുന്നത്, ഇത് സ്ത്രീകൾക്ക് ആദ്യമായിട്ട് ത്രിതല സംവിധാനത്തില് പഞ്ചായത്ത് രാജ് നഗരപാലിക അവിടെ 1/3 സംവരണം ഉറപ്പാക്കിയത് കോൺഗ്രസ് ഭരണത്തിലിരിക്കുമ്പോഴാണ്. അതൊരു സമവായത്തിലൂടെയും ചർച്ചയിലൂടെയും ഒക്കെയാണ് ഇത് കൊണ്ടുവന്നത്. അതേപോലെ തന്നെ ഈ ഗവൺമെന്റിന്റെ ഉദ്ദേശശുദ്ധി സ്ത്രീകൾക്ക് സംവരണം കൊടുക്കുക, 1/3 സീറ്റുകൾ നീക്കിവെക്കുക എന്നുള്ളതായിരുന്നെങ്കിൽ നേരത്തെ 2023 പാസ്സാക്കി എടുത്തല്ലോ. അവിടെ ഡീലിമിറ്റേഷൻ എന്നുള്ള കാര്യം പറയുന്നില്ല എന്ന് പറയുന്നതും തെറ്റാണ്. ഡീലിമിറ്റേഷന്റെ കാര്യം അതിലും പറയുന്നുണ്ട്. അതിനകത്ത് ഒരു വളരെ ക്ലവർ ആയിട്ടുള്ള ഒരു മൂവാണ്. അതായത് സീറ്റുകൾ കൂട്ടുക, ആ സീറ്റുകൾ കൂടുന്നതിന് അനുസൃതമായിട്ട് സ്ത്രീകൾ അതിനകത്ത് 1/3 ഭൂരിപക്ഷം കൊടുക്കുക. അപ്പം 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇപ്പോഴിരിക്കുന്ന മെമ്പേഴ്സിൽ പലരോടും നിങ്ങൾക്ക് സീറ്റ് വെക്കേറ്റ് ചെയ്യണം എന്ന് പറയേണ്ടി വരാത്തൊരവസ്ഥ, അത് ഓക്കെയാണ്. അതായത് സ്ത്രീകൾക്ക് സംവരണം കൊടുത്താലും സീറ്റുകൾ കൂടുന്നു. പക്ഷെ ഈ സീറ്റ് കൂട്ടുമ്പോൾ ഒരു 10% 20% വരെ കൂടുകയാണെങ്കിൽ ഏകദേശം ആ ഇംബാലൻസ് വരാതിരിക്കും. നേരത്തെ ശ്രീ ലാൽകുമാർ പറഞ്ഞതുപോലെ ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുമായിട്ടുള്ള അനുപാതം അത് അകാരണമായിട്ടും ഒരു ആനുപാതികമല്ലാത്ത രീതിയിൽ ഒരു വർധന വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ ബാർഗെയിനിങ് കപ്പാസിറ്റി കുറയുകയാണ്. ശ്രീ സ്റ്റാലിൻ പറഞ്ഞതുപോലുള്ള ഒരു അവസരത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. ഭരണഘടനാ മാർഗത്തിൽ കൂടി തന്നെ ഇത് പരാജയപ്പെടുത്താൻ കഴിയും. പിന്നെ ഇത് വളരെ വലിയൊരു വനിതാ പ്രാതിനിധ്യം എന്ന് പറയുന്ന ചരിത്രപരമായ നേട്ടമാണെന്നൊക്കെ പറയുമ്പോഴും അതിന് അവലംബിച്ചിരിക്കുന്ന മാർഗം ട്രംപ് അമേരിക്കയിൽ ചെയ്യാൻ ഉദ്ദേശിച്ച അതേ കാര്യം തന്നെയാണ്. റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് കൂടുതലായിട്ട് ഭൂരിപക്ഷം കിട്ടുന്ന സംസ്ഥാനങ്ങൾ, ജെറി മാൻഡറിങ് എന്ന് പറയും, അവിടെ നിന്ന് സെനറ്റ് മെമ്പേഴ്സിന്റെ നമ്പർ കൂട്ടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പൊ അതേ നയമാണ് ഇവിടെ ഭരണത്തില് കൂടുതൽ നാളെ പിടിച്ചു നിൽക്കുക, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും തങ്ങൾക്ക് കൂടുതൽ പ്രയോജനം കിട്ടും എന്ന് വിചാരിക്കുന്ന സ്റ്റേറ്റുകളിൽ നിന്നുള്ള ജനങ്ങളുടെ പ്രതിനിധിയുടെ നമ്പർ കൂട്ടുക എന്നുള്ളത്. അപ്പൊ അതില് 2 കാര്യങ്ങളാണ്. അമേരിക്കയിൽ വേറൊരു പ്രധാനപ്പെട്ട തത്വം കൂടിയുണ്ട് ഫെഡറലിസത്തില്. എല്ലാ സ്റ്റേറ്റിലും 2 മെമ്പേഴ്സ് എന്നുള്ളത്, സെനറ്റില് 2 മെമ്പേഴ്സ് വീതം വേണം എല്ലാ സ്റ്റേറ്റിലും. 50 സ്റ്റേറ്റ് ഉള്ളത് ഭൂരിപക്ഷമായാലും അതിന് ജനസംഖ്യ കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും ഒക്കെ. അതുപോലെ ഒരു സംവിധാനം നമുക്ക് ഇന്ത്യയിൽ ഇല്ല. പക്ഷേ ആർട്ടിക്കിൾ 81 പറയുന്നുണ്ട് ഒരു ആനുപാതികമായിട്ടാണ് അതിന്റെ മെമ്പേഴ്സ് വരേണ്ടതെന്നുള്ള. ഭരണഘടനയിൽ വളരെ വിശദമായിട്ട് അതിന്റെ കണക്കുകളൊക്കെ നിരത്തി നമ്മുടെ ഒരു സംസ്ഥാനത്തെ ജനസംഖ്യയുടെ പ്രാതിനിധ്യം ഉണ്ടായിരിക്കണം. ആ MP-മാരുടെ കോൺസ്റ്റിറ്റ്യുവൻസി, അതായത് ഈ മണ്ഡല പുനർനിർണയം എന്ന് പറയുമ്പോഴും ഈ ഒരു എത്ര MP-മാര് വരുന്നു എന്നുള്ളത് ആ സംസ്ഥാനത്തിന്റെ ജനസംഖ്യയും കൂടി ആശ്രയിച്ചിരിക്കും. പിന്നെ അത് ആ ആനുപാതിക സംസ്ഥാനങ്ങൾ തമ്മിലുള്ള അനുപാതവും നിലനിർത്തേണ്ടതുണ്ട്. അത് നിലനിർത്തിയില്ലെങ്കിൽ വരാൻ പോകുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ സംഘപരിവാർ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവർക്ക് അപ്പർ ഹാൻഡ് കിട്ടുന്ന രീതിയിൽ അവര് ഈ ബില്ല് കൊണ്ടുവരുന്ന നമ്മൾ എന്തുകൊണ്ടാണ് ഇത് പരാജയപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കൊണ്ടുവരുന്നത് എന്നുള്ള ആ ചോദ്യത്തിന് ഈ രാഷ്ട്രീയപരമായിട്ട് അവർ ശരിയോ തെറ്റോ ആയിക്കോട്ടെ ദീർഘവീക്ഷണത്തോടു കൂടി പല കാര്യങ്ങളും ചെയ്യുന്നത് നമ്മൾ കണ്ടു. അപ്പൊ അതില് ഒരു അജണ്ട എന്ന് പറയുന്നത് ഇതാണ്: പരാജയപ്പെട്ടാലും ഇല്ലെങ്കിലും ഈ ബില്ല് ഈ സമയത്തേക്ക് കൊണ്ടുവന്നിട്ട് ഒരു പക്ഷെ ടെസ്റ്റ് ചെയ്യാനായിരിക്കും എങ്ങനെയാണ് പ്രതിപക്ഷം ഇതിലെ നയം രൂപീകരിക്കുന്നത്, ഏതെങ്കിലും കക്ഷികൾ നമ്മുടെ കൂടെ വരുമോ, ഇല്ലെന്നുണ്ടെങ്കിൽ അതിലൊരു ബാർഗൈനിങ് കപ്പാസിറ്റി കിട്ടാനായിരിക്കാം
ഇപ്പൊ ഈ നമ്പർ ഇത്രയും കൂട്ടുന്നില്ല, ഇത് ഞങ്ങൾ കുറച്ചുകൂടെ കുറയ്ക്കാം എന്ന് പറഞ്ഞ് വേറെ രീതി കൊണ്ടുവരാനാണോ എന്നറിയില്ല, അതോ പൊളിറ്റിക്കലായിട്ട് ഒരു ഫൗൾ പ്ലേ ആണോ എന്നറിയില്ല. എന്തായാലും ഇപ്പോൾ ചെയ്യാനുള്ളത് ഭരണഘടനാപരമായ ഒരു ബാധ്യത പ്രതിപക്ഷ കക്ഷികൾക്കുള്ളത് സഭയിൽ ഹാജരാകുക, ഈ പറയുന്ന കാര്യങ്ങൾ ഡീലിമിറ്റേഷനെയാണ് ഞങ്ങൾ മണ്ഡല പുനർനിർണ്ണയം ഈ രീതിയിൽ കൊണ്ടുവരുന്നതിനെ ആണ് ഞങ്ങൾ എതിർക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് അവതരിപ്പിക്കുക. അത് ജനങ്ങളിലേക്ക് അത് ചെയ്യാന്നുള്ളതാണ്. അല്ല